വേൾഡ് കപ്പിൽ ഇന്ന് സൗത്ത് ആഫ്രിക്കയും ശ്രീലങ്കയുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ സൗത്ത് ആഫ്രിക്ക ജയിച്ചിരിക്കുകയാണ്. ശ്രീലങ്ക 77 റൺസിൽ ഓൾ ഔട്ടായി. അവർക്കിത് നാണക്കേട് തന്നെയാണ്. ഇതുപോലത്തെ മോശം കളി ശ്രീലങ്ക കാഴ്ചവെക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഇന്ന് കളി തോറ്റ ശേഷം ശ്രീലങ്കൻ ക്യാപ്റ്റൻ ഹസരംഗ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ശ്രീലങ്കയ്ക്കെതിരെ സൗത്ത് ആഫ്രിക്ക ഇന്ന് ജയിച്ചിരിക്കുകയാണ്. ഇന്ന് കളി തോറ്റ ശേഷം ഹസരംഗ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ശ്രീലങ്ക ഇപ്രാവശ്യം കളിക്കാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മോശം പ്രകടനം കാഴ്ചവെച്ചാൽ അത് എന്നെയാണ് ബാധിക്കുന്നത്. ശ്രീലങ്ക 77 റൺസിൽ ഓൾ ഔട്ട് ആകുമെന്ന് ഞാനൊരിക്കലും കരുതിയില്ല. ബാറ്റിംഗാണ് ഞങ്ങൾക്ക് പണിയായത്. അതുമാത്രമല്ല, ഈ പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നില്ല. ഈ പിച്ചിൽ ആർക്കും തന്നെ ബാറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല. സൗത്ത് ആഫ്രിക്കൻ ടീമിനും കളിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവരും 16ാമത്തെ ഓവറിലാണ് കളി ജയിച്ചത്. 77 റൺസ് എടുക്കാൻ അവർക്കും 16 ഓവർ ബാറ്റ് ചെയ്യേണ്ടതായി വന്നു. അതിനർത്ഥം ഈ പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നില്ലെന്ന് തന്നെയാണ്. വേൾഡ് കപ്പിന്റെ തുടക്കം തന്നെ തോറ്റതിൽ ഞങ്ങൾക്ക് നിരാശയുണ്ട്. ഇന്ത്യയെ പോലുള്ള മികച്ച ടീമുകൾ ഇപ്രാവശ്യം വേൾഡ് കപ്പിനുണ്ട്. സൗത്ത് ആഫ്രിക്കൻ ടീമിനെ അവരെ പകരം ചോദിക്കും. ഞങ്ങൾ അടുത്ത പ്രാവശ്യം മികച്ച കളി ആവർത്തിക്കുമെന്ന് വാനിഡു ഹസരംഗ വ്യക്തമാക്കി. ശ്രീലങ്കയ്ക്ക് ഇത് നാണക്കേട് തന്നെയാണ്. വേൾഡ് കപ്പിലാണ് ശ്രീലങ്ക 77 റൺസിൽ ഓൾ ഔട്ട് ആയിരിക്കുന്നത്. പക്ഷേ ശ്രീലങ്കൻ ടീമിനെ കുറ്റം പറയാൻ സാധിക്കില്ല. ഈ പിച്ചിൽ ആർക്കും തന്നെ കളിക്കാൻ സാധിക്കില്ല. ശ്രീലങ്കയുടെ 77 റൺസ് സൗത്ത് ആഫ്രിക്ക മറികടന്നത് 16ാമത്തെ ഓവറിലാണ്. അതിനർത്ഥം സൗത്ത് ആഫ്രിക്കൻ ടീമിനും ഇവിടെ കളിക്കാൻ സാധിക്കുന്നില്ല. ഇത്രയും മോശം പിച്ച് ICC ഒരുക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.